വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 14th ചാപ്റ്റർ ഫാക്ടറൈസേഷനിലെ എക്സസൈസ് 14.2 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫാക്ടറൈസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a⁴ - b⁴ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഇതേ നമ്മളിവിടെ നോക്കിയാർക്ക് ഇവിടെ ഈ രണ്ട് ടേംസിലും കോമൺ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. ഇതാ നോക്കിയേ, a⁴ b⁴ ഇത് രണ്ടിലും കോമൺ ഏതെങ്കിലും ഉണ്ടോ? ഒരു കോമൺ ഫാക്ടറും ഇല്ല. അപ്പോൾ നമ്മളിവിടെ ഇതെങ്ങനെ ചെയ്യും? നമുക്കിത് ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ ആയിരിക്കാം ഇവിടെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യേണ്ടുള്ളത്? a⁴ - b⁴ എന്നാണ് കിടക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് ഈ ഒരു ഐഡൻറ്റിറ്റി ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. a² - b² = a + b × a - b. കണ്ടോ? അതായത് നമ്മുടെ തേർഡ് ഐഡൻറ്റിറ്റി നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ a⁴ - b⁴ എന്നാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആ ഐഡൻറ്റിറ്റി വരുന്നതെന്നല്ലേ ചിന്തിക്കുന്നത്? അതായത് ഈ a⁴ എന്നുള്ളതിനെ നമുക്കൊന്ന് മാറ്റിയതാ ഇങ്ങനെ എഴുതിക്കൂടെ? a⁴ എന്ന്. ഇപ്പം എന്താ നമുക്ക് ആൻസർ വരുന്നത്? തീർച്ചയായിട്ടും a⁴ എന്നായിരിക്കും അല്ലേ? ഇതാ നോക്കിയേ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ മീൻ? എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടുള്ളത്? അതായത് അടുത്തടുത്ത് രണ്ട് പവേഴ്സ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെച്ചാൽ മതി എന്നുള്ളത്. അതായത് നമുക്കത് എങ്ങനെ വരും? 2 × 2 4. കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ a⁴ ചേഞ്ച് ചെയ്ത് a⁴ എന്ന് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞത്. മനസ്സിലായോ അന്നേരം? അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ആദ്യത്തേനെ ഇങ്ങനെ എടുത്ത് എഴുതി. അതേപോലെ നമുക്ക് b⁴ ചേഞ്ച് ചെയ്ത് എഴുതിക്കൂടെ? b⁴ എന്ന് എഴുതിക്കൂടെ? കണ്ടോ? ഇപ്പം ഇത് ഏത് ഫോമിലായിട്ടാണ് വന്നിരിക്കുന്നത്? a² - b² രീതിയിലോട്ടായി മാറിയില്ലേ ഇപ്പം? കണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടുള്ളതെന്ന് പിടികിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വന്നിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നു a⁴ - b⁴ നമുക്ക് എങ്ങനെ എഴുതാമെന്ന്. a⁴ - b⁴ അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് എടുത്ത് എഴുതാം. -b⁴ ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് എഴുതാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവിടെ തേർഡ് ഐഡൻറ്റിറ്റി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതിനെ ഏത് രീതിയിലോട്ടാണ് മാറ്റേണ്ടുള്ളത്? a + b × a - b രീതിയിലോട്ട് വേണം മാറ്റാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ ഉള്ളത്? a² ആണല്ലോ. എയുടെ സ്ഥാനത്തുള്ളത് a² ആണ്. ബിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ ഉള്ളത്? b² ആണുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതേണ്ടുള്ളത്? എയുടെ സ്ഥാനത്ത് a². കണ്ടോ? അപ്പോൾ a² ദെൻ പിന്നെ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടുള്ളത്? പ്ലസ് അടുത്തത് ബിയുടെ സ്ഥാനത്ത് ആരാണുള്ളത്? b². കണ്ടോ? ഇപ്പോൾ ഇത് ഏത് ഫോമിലായി? a + b രീതിയിലായിട്ട് മാറിയില്ലേ? അടുത്തത് അടുത്ത ഇനി എന്താ നമ്മൾ എഴുതേണ്ടുള്ളത്? a - b. എപ്പോഴും ആ ഐഡൻറ്റിറ്റി ഒന്ന് എടുത്ത് എഴുതിയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഈസി കേട്ടോ, തെറ്റിപ്പോവില്ല. a² - b² = a + b × a - b. കണ്ടോ? ഇപ്പം നമ്മൾ a + b എന്നുള്ള രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത എന്താണ്? a - b. ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാ ഉള്ളത്? a². ശ്രദ്ധിച്ചോണേ, എയുടെ സ്ഥാനത്തുള്ളത് a² ആണ്, തെറ്റിക്കരുത് കേട്ടോ. അപ്പോൾ a² ദെൻ ഇവിടുത്തെ മൈനസ്. ഇനി ബിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ ഉള്ളത്? b². കണ്ടോ? ഇപ്പം എന്താ നമുക്ക് കിട്ടിയത്? a² + b² × a² - b² എന്ന് കിട്ടിയല്ലേ? ഇനി നമുക്ക് a² + b² ഇത് വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിറ്റി ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് എടുത്തെഴുതാം. ഇനി ഇവിടെ നോക്കിക്കേ, a² - b² ഇതിന് നമുക്ക് ചേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് പറ്റുമല്ലോ. എങ്ങനെ എഴുതാം? a + b × a - b രീതിയിലാക്കി മാറ്റാം. ഇത് നമ്മളൊരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുള്ളതല്ലേ? അപ്പോൾ അതെങ്ങനെ എഴുതാം നമുക്ക്? a + b × a - b.
കണ്ടോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മൾ വേറെ ഐഡൻറ്റിറ്റി ഒന്നും ഈ രീതിയിൽ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതേപടി എടുത്ത് എഴുതി. ഇവിടെ ഇത് വെച്ചിട്ട് നമ്മൾ തേർഡ് ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതും നമ്മൾ അതിൻ്റെ ഫാക്ടേഴ്സ് ആക്കി കറക്റ്റ് ചെയ്തെടുത്ത് എഴുതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമുക്ക് കോമൺ ഫാക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ അന്നേരം ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പിടികിട്ടി. കാരണം a⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻² the whole square ആണെന്ന് നമുക്ക് അറിയാമായിരുന്നു അല്ലേ? സോ അപ്പോൾ ഇത് അങ്ങനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതി. b⁴നെയും b⁻² the whole square എഴുതിയപ്പോഴത്തേക്ക് ഇപ്പോൾ ഇത് ഏത് രീതിയിലായിട്ട് മാറി? a² - b² രീതിയിലോട്ടാക്കി നമ്മൾ മാറ്റി. എന്നിട്ട് നമ്മൾ ആ ഐഡൻറ്റിറ്റി യൂസ് ചെയ്താണ് ഇങ്ങനെയൊക്കെ എടുത്ത് എഴുതിയത്. ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യന് ഇതേ മോഡൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിക്കോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് p⁻4 - 81. അപ്പോൾ ഇതെങ്ങനെയാണ് എൻ്റെ മക്കൾസേ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ p⁻4നെ ഇങ്ങനെ എഴുതിക്കൂടെ? p² p⁻² the whole square. കണ്ടോ? ഇനി അടുത്തത് മൈനസ് ഈ 81 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സ്ക്വയർ ആണ്? 9ൻ്റെ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ഇപ്പോൾ ദേ നോക്കിക്കേ, ഇപ്പോൾ തേർഡ് ഐഡൻറ്റിറ്റി രീതിയിലായില്ലേ? കണ്ടോ? എയുടെ സ്ഥാനത്ത് p² ആണ് വന്നത്, ബിയുടെ സ്ഥാനത്ത് 9 ആണ് വന്നത് ആണല്ലോ. അപ്പോൾ നമുക്കിത് എന്ത് രീതിയിലായി? a² - b² രീതിയിലായിട്ട് മാറി. കണ്ടോ? ഇപ്പോൾ അതായത് ഞാൻ എന്താ പേന കൊണ്ട് കാണിച്ചു തരാം. അതായത് p². അപ്പോൾ ഇതിനെ നമ്മൾ a ആയിട്ട് എടുത്തെന്ന് വെച്ചു. അതായത് ബ്രാക്കറ്റിനുള്ളിൽ ഇപ്പോൾ ഏതാ വന്നത്? a. അടുത്ത 9ന് പകരം നമ്മൾ b എടുത്തെന്ന് വെച്ചു. അതായത് 9ന് പകരം ബി. അപ്പോൾ ഇപ്പോൾ ഇവിടെ ബ്രാക്കറ്റിനകത്ത് എയുമായി ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് ബി ആയി. ഇപ്പോൾ ഒന്ന് നോക്കിക്കേ, a² കണ്ടോ? -b² കണ്ടോ? അപ്പോൾ തേർഡ് ഐഡൻറ്റിറ്റിനല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരുമ്പം ഇതേപോലെയൊക്കെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കോണം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഐഡൻറ്റിറ്റി പിടികിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ തേർഡ് ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്യേണ്ടുള്ളത്. അതായത് a² - b² = a + b × a - b ഐഡൻറ്റിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ ഇത് എഴുതുന്ന ടൈമിലൊന്ന് പെൻസിൽ വെച്ചിട്ടോ ഒന്ന് എഴുതി വെക്കാനായിട്ട് ശ്രമിച്ചോണം ഐഡൻറ്റിറ്റി. അപ്പോൾ എഴുതുമ്പോൾ തെറ്റിപ്പോവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറെ കളർ സ്കെച്ച് വെച്ചിട്ട് എഴുതിയത്. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡൻറ്റിറ്റി എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ എഴുതുന്ന സമയത്ത് ബൈ യൂസിങ് ദ ഐഡൻറ്റിറ്റി എന്നും പറഞ്ഞിട്ട് എഴുതിയോ അല്ലെങ്കിൽ പെൻസിൽ വെച്ചിട്ട് എഴുതിയോ ചെയ്യണം. കാരണം നിങ്ങൾക്കും കൺഫ്യൂഷൻ വരാൻ പാടില്ലല്ലോ. ദെൻ a + b × a - b രീതിയിലല്ലേ എഴുതേണ്ടത്. അപ്പോൾ a + b, എയുടെ സ്ഥാനത്ത് ഇവിടെ ആരാണ്? നമ്മുടെ p². ദെൻ പ്ലസ് ഇനി ബിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാണ്? 9. ആൻഡ് ദെൻ അടുത്തത് a - b, ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാണ്? p². ദെൻ ഇവിടെ മൈനസ് ഇനി ബിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ ഉള്ളത്? 9. ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ് നമ്മൾ എയും ബിയുമായിട്ട് എടുക്കുന്നത്. തെറ്റിപ്പോവരുത് കേട്ടോ. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടി. ഇനി നമുക്ക് വീണ്ടും p² + 9 ആണല്ലോ. അപ്പോൾ ഈ p² + 9നെ നമുക്ക് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. അപ്പോൾ നമുക്കത് അങ്ങനെ തന്നെ അങ്ങ് എടുത്ത് എഴുതി വയ്ക്കാം. അടുത്തത് p² - 9, ഇതിന് നമുക്ക് ചെറുതായിട്ട് ഒരു മാറ്റം വരുത്താനായിട്ട് പറ്റുമല്ലോ. എങ്ങനെയാണ്? പിയുടെ സ്ക്വയർ ആണ് p² എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ എഴുതാം, പിയുടെ സ്ക്വയർ. ഓക്കെ. ദെൻ മൈനസ് ഇനി 9 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയർ ആണ്? 3യുടെ സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 3² എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. കണ്ടോ? ഇപ്പോൾ ഇത് എന്തായി? p² - 3² എന്നാണ് ഇപ്പോൾ ഇതിവിടെ കിടക്കുന്നത്. ഇനി ഇതിപ്പോൾ കണ്ടാർക്ക് ഏത് രീതിയിലോട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? a² - b² രീതിയിലല്ലേ ഇത് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് ആക്കി നമുക്ക് ഇതിനെ എടുത്ത് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ നമുക്ക് എടുത്ത് എഴുതാം p²
പി സ്ക്വയർ പ്ലസ് 9. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഐഡൻറ്റിറ്റി ഇങ്ങനെ വെച്ചിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ തന്നെ എടുത്ത് എഴുതുന്നത് കേട്ടോ. അടുത്തത് പി സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ആണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തന്നു. പീനെ ഇപ്പോൾ നമ്മൾ എ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എ സ്ക്വയർ ആകും, മൈനസ് 3നെ നമ്മൾ ബി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ബി സ്ക്വയർ ആകും. അപ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഐഡൻറ്റിറ്റി ആയിട്ട് മാറി. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആക്കി എഴുതാം. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് പി ആണ്. അപ്പോൾ പ്ലസ് 3 ഇൻറ്റു പി മൈനസ് 3. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഐഡൻറ്റിറ്റി കറക്റ്റായിട്ട് നോക്കി നമ്മൾ എഴുതാനായിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ എപ്പോഴും. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പം നമുക്ക് പി സ്ക്വയർ മൈനസ് 9 എന്ന് വന്നു. ചിലപ്പോൾ നമ്മൾ പി സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു പി സ്ക്വയർ മൈനസ് 9 എന്ന് വെച്ചിട്ട് ചിലപ്പോൾ നമ്മളങ്ങ് നിർത്താനായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക. ഇവിടെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഈ പറയുന്നത് പോലെ പിയുടെ സ്ക്വയർ ആണ് പി സ്ക്വയർ, മൈനസ് അതേപോലെ 9 എന്ന് പറയുന്നത് 3യുടെ സ്ക്വയർ ആണ്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയും ഇങ്ങനെ എഴുതാൻ പറ്റുകയും ചെയ്യുമല്ലോ അല്ലേ. ഇവിടെ നമുക്ക് അങ്ങനെ ചേഞ്ച് ഒന്നും വരുത്തേണ്ടുള്ള കാര്യമില്ല. കാരണം ഈ ഒരു രീതിയിൽ ഒരു ഐഡൻറ്റിറ്റിയും നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഒരു ചേഞ്ചും വരാത്തത്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതിയാൽ ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമെന്നുള്ളത് ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് റൈസ് ടു 4 മൈനസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ റൈസ് ടു 4. നേരത്തെ ചെയ്തതുപോലെ തന്നെ എളുപ്പമാണല്ലേ ചെയ്യാനായിട്ട്. കാരണം എന്താ? എക്സ് റൈസ് ടു 4 നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റൈസ് ടു 2 ദ ഹോൾ സ്ക്വയർ മൈനസ് അടുത്തത് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ റൈസ് ടു 4. അതിനെയും നമുക്ക് എങ്ങനെ എഴുതാം? വൈ പ്ലസ് ഇസഡ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 2. ശ്രദ്ധിച്ചോണേ. കാരണം ഇതാ ഇപ്പം നോക്കിക്കേ, 2 ഇൻറ്റു 2 4. അപ്പോൾ ദേ വൈ പ്ലസ് ഇസഡ് ദ ഹോൾ റൈസ് ടു 4 എന്നാവുന്നില്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്ത് ഈ രീതിയിലോട്ടാക്കി എഴുതി. ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലായി തേർഡ് ഐഡൻറ്റിറ്റി പറ്റുമെന്നുള്ളത് അല്ലേ. ഈ ബ്രാക്കറ്റിലുള്ളതിന് പകരം ഞാൻ എ കൊടുത്തു. അപ്പോൾ ഇത് എന്തായിട്ട് മാറി? എ സ്ക്വയർ ആയിട്ട് മാറി. ഈ ബ്രാക്കറ്റിനുള്ളതിന് പകരം ഞാൻ ബി കൊടുത്തു. അപ്പോൾ ഇത് എന്തായിട്ട് മാറി? ബി സ്ക്വയർ ആയിട്ട് മാറി അല്ലേ. അപ്പോൾ ശരിക്കും ഇവിടെ ഏത് ഐഡൻറ്റിറ്റി ആയിട്ട് മാറി? ഇതേ നോക്കിക്കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഐഡൻറ്റിറ്റി ആയില്ലേ. സോ നമുക്കിനി ഇതിനെ എങ്ങനെ ആക്കി മാറ്റാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡൻറ്റിറ്റി ഒന്ന് നമുക്ക് എടുത്ത് എഴുതാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ കിടക്കുന്നതിനെ നമ്മളിതാ ഈ ഒരു രീതിയിലോട്ട് മാറ്റണം. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാ ഉള്ളത്? ബ്രാക്കറ്റിനുള്ളിൽ ആരാ ഉള്ളത്? എക്സ് സ്ക്വയർ. അപ്പോൾ അത് വേണം നമ്മളെടുത്ത് എഴുതാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഇനി ബിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ ഉള്ളത്? ഇതേ നോക്കിയേ, വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ. അതങ്ങനെ തന്നെ 2 ടേംസ് ഉള്ളതുകൊണ്ട് അതങ്ങനെ ബ്രാക്കറ്റിൽ തന്നെ ആക്കിയിട്ട് എഴുതണം കേട്ടോ. ഒരു ടേം അല്ല ഇവിടെ ഉള്ളത്, ബൈനോമിയൽ ടേം ആണ്. കണ്ടോ? 1 2 ടേംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ബ്രാക്കറ്റിനുള്ളിലാക്കി തന്നെ എഴുതാൻ ശ്രദ്ധിച്ചോണം. അടുത്തത് എ മൈനസ് ബി ആണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് ആരാണുള്ളത്? എക്സ് സ്ക്വയർ. ദെൻ മൈനസ് ബിയുടെ സ്ഥാനത്ത് ആരാണുള്ളത്? വൈ പ്ലസ് ഇസഡ്. പിന്നെ ഒരാളും കൂടി ഉണ്ട്, സ്ക്വയർ. ഈ സ്ക്വയർ എടുത്തിടാൻ മറന്നു പോരുത് കേട്ടോ. ഓക്കെ. ഇനി നമുക്കൊരു പരിപാടിയും കൂടി ഇവിടെ ബാലൻസ് ഉണ്ട്. അടുത്ത പരിപാടി എന്താണ്? നമുക്കിത് ഇങ്ങോട്ടൊക്കെ എടുത്ത് എഴുതാം അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ ദെൻ പ്ലസ് അടുത്ത എന്താണ്? വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ. വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ നമ്മുടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ആൻഡ് ദെൻ എക്സ് സ്ക്വയർ മൈനസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ. ഇതിപ്പോൾ ഏത് രീതിയിലാണ് എൻ്റെ മക്കൾസേ കിടക്കുന്നത്? ഞാൻ നോക്കിയാൽ എക്സിന് പകരം നമുക്ക് എഴുതാം. എന്നിട്ട് ഈ സ്ക്വയർ ഇട്ട് കൊടുക്കാം. കണ്ടോ? ഇപ്പോൾ എ സ്ക്വയർ ആയി. മൈനസ് വൈ പ്ലസ് ഇസഡിന് പകരം നമുക്ക് എന്തെടുക്കാം? ബിന്ന് എടുക്കാം. എന്നിട്ട് എന്തുണ്ട് ഇവിടെ? സ്ക്വയർ. ഇപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലോട്ടായി മാറിയില്ലേ? എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. എക്സിന് പകരം നമ്മൾ എ എടുത്ത് നോക്കി, ഈ വൈ പ്ലസ് ഇസഡിന് പകരം നമ്മൾ ബി എടുത്ത് നോക്കി. അങ്ങനെ എഴുതി നോക്കിയപ്പോൾ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പം നമുക്ക് എന്താ മനസ്സിലായത്? നമുക്കിതിനെ ചേഞ്ച് ചെയ്ത് എങ്ങനെ ആക്കി മാറ്റാമെന്നുള്ളത് പിടികിട്ടി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി രീതിയിലാക്കി എഴുതാമെന്ന് പിടികിട്ടി അല്ലേ. അപ്പം നമുക്കിത് ചേഞ്ച് ചെയ്തൊന്ന് എഴുതാം. അപ്പം എ പ്ലസ് ബി, എയുടെ സ്ഥാനത്ത് ആരാണ്?
നമ്മുടെ എക്സ് ആണ്. അപ്പോൾ നമുക്കത് എടുത്ത് എഴുതാം. എക്സ് പ്ലസ് ബിയുടെ സ്ഥാനത്ത് ആരാണ്? വൈ പ്ലസ് ഇസഡ്. ബ്രാക്കറ്റ് ബൈനോമിയൽ ടേം ആയതുകൊണ്ട് ബ്രാക്കറ്റിലൊന്ന് എടുത്ത് എഴുതിയേക്കണവേ. എന്നിട്ട് ഇൻറ്റു എ മൈനസ് ബി. എയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ ഉള്ളത്? എക്സ് ആണോ ഉള്ളത്? ഓക്കെ. മൈനസ് ബിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ ഉള്ളത്? വൈ പ്ലസ് ഇസഡ്. ബൈനോമിയൽ ടേം ആണ്, ബ്രാക്കറ്റിലാക്കി എഴുതണം, മറന്നു പോകരുത് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും കുറച്ച് പരിപാടികളും കൂടിയുണ്ട്, അതും കൂടി കറക്റ്റ് ചെയ്തൊന്ന് എഴുതാം. അപ്പോൾ ഇത് അതേപടി തന്നെ എഴുതാൻ പറ്റും, നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു, ഇനി എന്താ ഇവിടെ ഉള്ളത്? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം നമുക്ക്. എക്സ് പ്ലസ് വൈ ദെൻ പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ് ഇസഡ്. അതായത് ഇതിപ്പോൾ ബ്രാക്കറ്റിനുള്ളിലാണല്ലോ ഇത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുള്ള പ്ലസ് വെച്ചിട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തതാ, വേറെ ഒന്നുമില്ല കേട്ടോ. ദെൻ ഇൻറ്റു ദെൻ എക്സ്. ആദ്യത്തേത് അതുപോലെ എടുത്ത് എഴുതി. ഇവിടെ മൈനസ് കിടക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാം? മൈനസ് വൈ. ഇനി എന്ത് ചെയ്യണം? ഈ മൈനസ് കൊണ്ട് അകത്തുള്ള പ്ലസ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് എന്താണുള്ളത്? ഇസഡ്. കണ്ടോ? ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇൻറ്റു എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ്. ക്ലിയർ ആണല്ലോ? കണ്ടോ? ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രാക്കറ്റിന് പുറത്തുള്ള പ്ലസ് കൊണ്ട് അകത്തുള്ള സൈനിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആ ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് എഴുതി. ഇവിടെയും അതുപോലെ തന്നെ ചെയ്തത്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ട് അങ്ങ് നിർത്തി കളയരുത്. ഇങ്ങനെ പുറത്ത് കിടക്കുന്ന മൈനസ് കൊണ്ട് അകത്തുള്ള സൈനിനെ മൾട്ടിപ്ലൈ ചെയ്ത് കറക്റ്റ് ചെയ്തൊക്കെ എഴുതിയിട്ട് വേണം സ്റ്റോപ്പ് ചെയ്യാൻ കേട്ടോ. നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് റൈസ് ടു 4 മൈനസ് എക്സ് മൈനസ് ഇസഡ് റൈസ് ടു 4. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനെ നമുക്ക് ഇങ്ങനെ ആക്കി എഴുതാൻ പറ്റും അല്ലേ. അടുത്ത എക്സ് മൈനസ് ഇസഡ് ദ ഹോൾ റൈസ് ടു 2, പിന്നെ എന്താണ്? ദ ഹോൾ റൈസ് ടു 2. കാരണം ഇവിടെ 4 വന്നിരിക്കുന്നത്, അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ ആക്കി വേണം എഴുതാൻ. ഇപ്പം ഇത് എന്ത് രീതിയിലായി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ രീതിയിലായിട്ട് മാറി അല്ലേ. അപ്പോൾ എയുടെ സ്ഥാനത്ത് ആരാ ഉള്ളത്? നമ്മുടെ ബ്രാക്കറ്റിലുള്ള എക്സ് സ്ക്വയർ. അപ്പോഴേ നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് എഴുതണം അല്ലേ. അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതായത് ഇതിനെ ഈ ഒരു രീതിയിലോട്ടാക്കി വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ എയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ ഉള്ളത്? ബ്രാക്കറ്റിനുള്ളിലുള്ള എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ബിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ ഉള്ളത്? എക്സ് മൈനസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ. അടുത്തത് ഇൻറ്റു, ഇനി എന്താണ്? എ മൈനസ് ബി. എയുടെ സ്ഥാനത്ത് ആരാണ്? നമ്മുടെ എക്സ് സ്ക്വയർ. ദെൻ മൈനസ്, അടുത്ത ബിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ ഉള്ളത്? എക്സ് മൈനസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ശ്രദ്ധിച്ചോണേ, ഈ മൈനസ് ഒക്കെ കഴിഞ്ഞിട്ട് ബൈനോമിയൽ ടേംസ് ആണ്, ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോകരുത് കേട്ടോ, പിന്നെ തെറ്റിപ്പോവും. അതുകൊണ്ടായി പറഞ്ഞു തരുന്നത്. അപ്പോഴുണ്ടല്ലോ ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ ഈ ആദ്യത്തേനെ അങ്ങനെ തന്നെ അങ്ങ് എഴുതിയാണ് കേട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താ മിസ്സേ അങ്ങനെ തന്നെ അങ്ങ് എഴുതുന്നതെന്ന്. എന്താ കാരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഈ എക്സ് സ്ക്വയർ എന്നുള്ളതിനെ ഈ എക്സ് സ്ക്വയർ അല്ലേ, അപ്പോൾ അതിന് എക്സിനെ ഞാൻ എ ആയിട്ട് എടുത്തെന്ന് വെച്ചു. മുകളിൽ എന്തുണ്ട്? സ്ക്വയർ. ദെൻ ഇവിടെ സൈൻ പ്ലസ് ആണ്. അടുത്തത് ഈ എക്സ് മൈനസ് ഇസഡ്, അതിനെ ഞാൻ ബി ആയിട്ട് എടുത്തു എന്ന് വെച്ചു. മുകളിൽ എന്തുണ്ട്? സ്ക്വയർ. ഇപ്പോൾ ഇത് എന്താ വന്നത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനാ. ഈ രീതിയിലുള്ള വല്ല ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് അങ്ങനെ തന്നെ എടുത്തങ്ങ് എഴുതിയത്. ഇനി അടുത്തതായി ഇവിടെ നോക്കിക്കേ, ഇവിടെ അതേസമയം നമുക്ക് ചെയ്യാം. എന്തുകൊണ്ടാണ്? എക്സിന് പകരം നമ്മൾ എ എടുത്തു, ദെൻ ഇവിടുത്തെ സ്ക്വയർ. അപ്പോൾ ഇത് എ സ്ക്വയർ ആയി. മൈനസ് ഈ എക്സ് മൈനസ് ഇസഡ്, ഇതിന് പകരം നമ്മൾ എന്തായിട്ട് എടുത്തു? ബി ആയിട്ട് എടുത്തു. ഇവിടെ മുകളിൽ എന്തുണ്ട്? സ്ക്വയർ. അപ്പോൾ ഇത് എന്തായി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ രീതിയായി. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി രീതിയിലാക്കി എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ എ പ്ലസ് ബി എന്ന് പറയുമ്പം എയുടെ സ്ഥാനത്ത് നമ്മുടെ എക്സ് ആണ്. അപ്പോൾ എക്സ് പ്ലസ്, അടുത്ത ബിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാണ്? എക്സ് മൈനസ് ഇസഡ്.
ബൈനോമിയൽ ടേം ആയതുകൊണ്ട് ഇതേപോലെ ബ്രാക്കറ്റിനുള്ളിലാക്കി ഇടണവേ. അതേ കണക്ക് ഇവിടെ എ എന്ന് പറയുമ്പോൾ എക്സ് ആണ്, തെറ്റിച്ച് വെക്കരുത്. എക്സ് സ്ക്വയർ എന്നൊന്നും എടുത്ത് എഴുതരുത്. ആ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ എയുടെ ആ മുകളിലുള്ള ആ ഐഡൻറ്റിറ്റിയിലുള്ള സ്ക്വയർ ഉണ്ടല്ലോ, അതാണ് ഇത്. എ ആയിട്ട് എടുക്കുന്ന ആരെയാണ് നമ്മളിവിടെ? എക്സിനെയാണ് എടുക്കുന്നത്, തെറ്റിക്കരുത് കേട്ടോ. അടുത്തത് എ മൈനസ് ബി. എയുടെ സ്ഥാനത്ത് എക്സ് ആണ്, മൈനസ് ബിയുടെ സ്ഥാനത്ത് എക്സ് മൈനസ് ഇസഡ് ആണ്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനിയുണ്ടല്ലോ, ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടോണേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ ഉള്ളത്? എക്സ് ഉണ്ട്. ഇവിടെ നോക്കിയാർക്ക് എക്സ് ഉണ്ട്. സോ നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്താലേ ഇവിടെ ലൈക്ക് ടേംസ് ഒക്കെ വരാനൊരു ചാൻസ് ഇല്ലേ? നമുക്കൊന്ന് ചെയ്ത് നോക്കാവേ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് ഇതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? എക്സ് മൈനസ് ഇസഡ് ദ ഹോൾ സ്ക്വയറിനെ നമ്മളിവിടെ ഒരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ടല്ലോ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയറിന്. നമുക്ക് അങ്ങനെ ഒന്ന് എടുത്ത് എഴുതാം ഇതിന്. അപ്പം നമുക്ക് എഴുതാം, എ എന്ന് പറയുമ്പോൾ എക്സ് ആണ്, അപ്പം എക്സ് സ്ക്വയർ, ദെൻ ഇവിടുത്തെ മൈനസ്, ദെൻ 2 ഇൻറ്റു 2ab ആണ്. അപ്പോൾ 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് എക്സ് ആണ്, ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് ഇസഡ് ആണ്. അതായത് എക്സ് മൈനസ് ഇസഡ് ദ ഹോൾ സ്ക്വയറിനെ നമ്മൾ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് ചെയ്യുകയാണ് ഇവിടെ. ദെൻ പ്ലസ് ബി സ്ക്വയർ, ബിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാണ്? ഇസഡ്. അപ്പോൾ ഇസഡ് സ്ക്വയർ കണ്ടോ? അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യാൻ കാരണം? ഇവിടെയും എക്സ് ഉണ്ട്, സോ നമ്മുടെ ഈ ബ്രാക്കറ്റിനുള്ളിലും ഒരു എക്സ് ഉണ്ട്. അപ്പോൾ ലൈക്ക് ടേംസ് വരാൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ലൈക്ക് ടേംസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാനിവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. അപ്പോഴേ ഒരു മിനിറ്റ്. അതേസമയം നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്തു. അതിനകത്ത് നമ്മൾ ഇതേ വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ ആയിരുന്നു. നമ്മളിത് എക്സ്പാൻഡ് ചെയ്യാനൊന്നും മെനക്കെട്ടില്ല. എന്താ അതിൻ്റെ കാരണം? കാരണം ഇവിടെ ഫസ്റ്റ് ടേം എക്സ് സ്ക്വയർ ആണ്. ഇവിടെ ഇപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലൈക്ക് ടേംസ് ഒന്നും കിട്ടാനോ ഒന്നും പോകുന്നില്ല. അപ്പം നമ്മൾ അത് അങ്ങനെ തന്നെ ഇട്ടങ്ങ് ചെയ്തു. കാരണം ഈ എക്സിനെ ഈ പറഞ്ഞതുപോലെ എ ആയിട്ട് എടുത്തു. അപ്പോൾ ഇവിടുത്തെ സ്ക്വയർ പ്ലസ് ഈ വൈ പ്ലസ് ഇസഡിനെ ഞാൻ ബി ആയിട്ട് എടുത്തു. അപ്പോൾ അതിൻ്റെ സ്ക്വയർ. നമ്മൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഇതിനെ, അതായത് ഇപ്പോൾ ഈ വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ, അതിനെ നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യേണ്ടുള്ള ആവശ്യമൊന്നും തന്നെ ഇല്ല. കാരണം എന്താണ്? നമുക്ക് ഇവിടെ ലൈക്ക് ടേംസ് ഒന്നും കണ്ടുപിടിക്കാനും ഇല്ല, ഒന്നും തന്നെ ഇല്ല. അപ്പം നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങ് എഴുതിയാൽ മതി. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ അതുപോലെ അല്ല കേട്ടോ. ഇവിടുത്തെ ആദ്യത്തെ ടേം എക്സിലാണ് വന്നിരിക്കുന്നത്. സോ ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് അവിടെ ലൈക്ക് ടേം ഉണ്ട്. അപ്പോൾ അത് തമ്മിൽ ചെയ്യാനൊക്കെ ആയിട്ട് ഒന്ന് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. ഇനി അടുത്തത് ഇവിടെ ഇതേ കുറേ ബ്രാക്കറ്റുകൾ അങ്ങ് കിടക്കുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അതായത് എക്സ്, നോക്ക് എക്സ്, ദെൻ പ്ലസ് എക്സ്, ഈ പ്ലസും ഈ മൈനസും കൂടി ഇൻറ്റു ചെയ്യണം. എന്തിനാണ്? ഈ ബ്രാക്കറ്റ് നമുക്കങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട്, ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ്, മൈനസ് എന്താണ് ഇവിടെ എന്താ ഇനിയുള്ളത്? ഇസഡ്. അപ്പോൾ ഇൻറ്റു അടുത്തതും എക്സ് ഉണ്ട്. അപ്പോൾ എക്സ് ഇവിടെ നോക്കിക്കേ. ഇനി അടുത്ത എങ്ങനെ എഴുതുന്നതെന്ന് ശ്രദ്ധിച്ചോണേ. മൈനസ് എക്സ്. ഓക്കെ, അടുത്തത് എന്താണ്? ഇവിടെ മൈനസും ഇവിടെ മൈനസും ആണ്. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് ആണ്. അപ്പോൾ പ്ലസ്, ഇനി ഇവിടെ എന്താ ഉള്ളത്? ഇസഡ്. കണ്ടോ? അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്, എക്സ് മൈനസ് എക്സ് പ്ലസ് ഇസഡ്. ഇനി നമുക്ക് ലൈക്ക് ടേംസുകളെ നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, നമുക്കറിയാം സൈഡിൽ എന്തുണ്ട്? 1 ഉണ്ട് അല്ലേ? അവർക്കൊരു ബോഡി ഗാർഡ് ഉണ്ട്, എപ്പോഴും ഓർത്തോണം. എല്ലാ വേരിയബിൾസിനും ഉണ്ട് 1. അപ്പോൾ നമുക്ക് അവിടെ എങ്ങനെ എഴുതാം? 2x സ്ക്വയർ എന്ന് എഴുതാം. ദെൻ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു ഇസഡ് എന്താണ്? 2xz പ്ലസ് ഇസഡ് സ്ക്വയർ. ഇനി ഇവിടെ ഒന്നും ചെയ്യാനില്ല നമുക്ക് അല്ലേ? അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടി. ഇനി എങ്ങനെയാണ്? അടുത്തതിനകത്തോട്ട് നോക്കാം. അടുത്തതിനകത്തോട്ട് നോക്കിയപ്പോൾ എന്താ കണ്ടേ? 2x ഉണ്ട് അല്ലേ? അപ്പോൾ അത് ലൈക്ക് ടേംസ് ആണല്ലോ, നമുക്കറിയാം. സൈഡിൽ ആരുണ്ട്? നമ്മുടെ 1 ഉണ്ട്. കണ്ടോ? അപ്പോൾ നമ്മൾ അത് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2x എന്ന് കിട്ടും.
പിന്നെ എന്തുണ്ട് മൈനസ് ഇസഡ് ഇൻറ്റു ഇനി ഇവിടെ എന്താണ് എക്സ് മൈനസ് എക്സ് പ്ലസ് ഇസഡ്. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യാം നമുക്ക് ദേ ഇവിടെ സൈഡിൽ 1 ഉണ്ടെന്നല്ലേ അർത്ഥം. അപ്പോൾ നമുക്കറിയാലോ 1 മൈനസ് 1 എന്താണ് 0. 0 കിട്ടിക്കഴിഞ്ഞാൽ ആ ലൈക്ക് ടേംസ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ബാക്കി എന്തുണ്ട് അവിടെ ഇസഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. കണ്ടോ ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ 5th ക്വസ്റ്റ്യൻ ഇതാണ് a⁴ മൈനസ് 2a² b² പ്ലസ് b⁴. ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? a⁴ മൈനസ് 2a² b² പ്ലസ് b⁴. ഷെടാ ഇതിപ്പോൾ വേറെ ഏതാണ്ട് രീതിയിൽ കിടക്കുന്ന കണക്കൊക്കെ ഇരിക്കുന്നല്ലേ. ഇതുവരെ നമ്മൾ 2 ടേംസ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ട് വന്നിട്ട് ദേ ഇവിടെ വന്നപ്പോൾ 3 ടേംസ് ഇങ്ങനെയൊക്കെ കിടക്കുന്നു. എങ്ങനെയാണ് ഇതിപ്പോൾ ചെയ്യുക? എങ്ങനെയായിരിക്കാം? അതെ നമ്മളൊരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടില്ലേ? എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇത് കണ്ടാർക്ക് ഏതോ ഒരു ഐഡൻറ്റിറ്റിയുടെ മനസ്സിലായില്ല അല്ലേ? അതോ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഏത് ഐഡൻറ്റിറ്റി ആണെന്ന് ഇനിയിപ്പോൾ മനസ്സിലാകാത്തവർക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നമുക്കിതാ ഇതിനെ ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. അതായത് a⁴ നമുക്ക് എങ്ങനെ എഴുതാം? a² നമുക്ക് എഴുതാം. ഓക്കെ ദ ഹോൾ റൈസ് ടു 2 എന്ന് എഴുതാം. ദെൻ മൈനസ് 2a² b² പ്ലസ് അതേപോലെ നമുക്ക് ഈ b⁴ നമുക്ക് എങ്ങനെ എഴുതാം? b² ദ ഹോൾ റൈസ് ടു 2 എന്ന് നമുക്ക് എഴുതാം. കണ്ടോ ഇപ്പം നിങ്ങൾക്ക് എന്താണ്ടേ ഒന്ന് മനസ്സിലായില്ലേ ഇത് ഏത് ഫോർമുല കിടക്കുന്നതെന്നുള്ളത്, ഏത് ഐഡൻറ്റിറ്റി രീതിയിലാണെന്നുള്ളത്? ഏത് ഐഡൻറ്റിറ്റി രീതിയിലാണ്? സെക്കൻഡ് ഐഡൻറ്റിറ്റി. എന്താണ് ഇതാന്ന് ഞാൻ പറഞ്ഞുതരാം. a minus b the whole square is equal to a² minus 2ab plus b². ഈ ഒരു ഐഡൻറ്റിറ്റി രീതിയിലല്ലേ ഇതാ ഇപ്പോൾ ഇത് കിടക്കുന്നത്? ആണോ? നോക്കേ a² കണ്ടോ, എയുടെ ആദ്യത്തെ ടേമിൻ്റെ സ്ക്വയർ കണ്ടല്ലോ. ദെൻ മൈനസ് 2 ഇൻറ്റു ab ഇതാ നോക്ക് മൈനസ് 2 ഇൻറ്റു ഇവിടെ എയുടെയും ബിയുടെയും സ്ഥാനത്ത് ആരാ ഉള്ളത്? ഞാൻ ഇവിടെ എടുത്ത് എഴുതി കാണിച്ചു തരാം. എയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ ഉള്ളത്? a² കണ്ടല്ലോ. ദെൻ ബിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ ഉള്ളത്? b² കണ്ടോ. അപ്പം കറക്റ്റ് ആയില്ലേ? 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് a² ആയിരുന്നു. അപ്പോൾ നമുക്കിവിടെ 2a² ബിയുടെ സ്ഥാനത്ത് b² ആയിരുന്നു കണ്ടോ. അപ്പോൾ b², അപ്പോൾ 2a² b² പ്ലസ് ഇവിടെ b² ആണ്. ഇവിടെ നമുക്ക് ബിയുടെ സ്ഥാനത്ത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ആരാ ഉള്ളത്? b². അപ്പോൾ അതിൻ്റെ ഹോൾ സ്ക്വയർ കണ്ടോ. അപ്പോൾ കറക്റ്റായിട്ട് സെക്കൻഡ് ഐഡൻറ്റിറ്റിയുടെ ഈ ഒരു രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കിതിനെ എങ്ങനെയാക്കിയൊക്കെ എഴുതാനായിട്ട് പറ്റുമായിരിക്കും? അപ്പോളേ നമ്മുടെ ഐഡൻറ്റിറ്റി രീതിയിലാക്കി അങ്ങ് എഴുതണം. അതായത് ഇവിടെ ഇപ്പോൾ a² മൈനസ് 2ab പ്ലസ് b² ഫോമിലാണല്ലോ ഇത് കിടക്കുന്നത്. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ എന്ത് രീതിയിലോട്ട് അങ്ങ് മാറ്റണം? a മൈനസ് b ദ ഹോൾ സ്ക്വയർ രീതിയിലോട്ട് അങ്ങ് മാറ്റിയാൽ മതി. ഓക്കെ അപ്പോൾ a മൈനസ് b ദ ഹോൾ സ്ക്വയർ രീതിയിലോട്ടാണല്ലോ നമ്മൾ മാറ്റേണ്ടല്ലേ. അപ്പോൾ നമ്മുടെ എയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ ഉള്ളത്? a² കണ്ടോ. നമ്മുടെ ക്വസ്റ്റ്യനകത്തുള്ളത് a² ആണ്. അപ്പോൾ നമുക്ക് എഴുതാം a². ദെൻ ഇവിടുത്തെ മൈനസ് ഇനി ബിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ ഉള്ളത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ബിയുടെ സ്ഥാനത്ത് ആരാണുള്ളത് എയുടെ സ്ഥാനത്ത് ആരാണുള്ളത് എന്നൊക്കെ ഇങ്ങോട്ടൊന്ന് സെപ്പറേറ്റ് എഴുതി കാണിച്ചത് തന്നെ കേട്ടോ. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ആരാ ഉള്ളത്? b². ഇതാ നോക്കിക്കേ ബിയുടെ സ്ഥാനത്ത് b² അല്ലേ ഉള്ളത്. സോ ഞാനിവിടെ എടുത്ത് എഴുതി. ഇനി എന്തുണ്ട്? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം, പിന്നെ സ്ക്വയർ ഇട്ട് കൊടുക്കണം. നമ്മൾ എഴുതി. അയ്യോടാ ഇങ്ങനെ എടുത്ത് എഴുതിയപ്പോൾ ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? അടുത്ത നമ്മുടെ സംശയം അതായല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് കുറച്ചൊന്ന് ചിന്തിച്ച് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. എങ്ങനെയായിരിക്കാം? നിങ്ങളിതാ നോക്കിക്കേ ഈ ബ്രാക്കറ്റിനുള്ളിൽ എന്താ കിടക്കുന്നത്? a² മൈനസ് b². അതായത് നമ്മുടെ തേർഡ് ഐഡൻറ്റിറ്റി അല്ലയോ ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്നത്. സോ തേർഡ് ഐഡൻറ്റിറ്റി ആകുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് എഴുതി മാറ്റുന്നത്? a പ്ലസ് b ഇൻറ്റു a മൈനസ് b എന്ന് അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് എടുത്ത് എഴുതാം. ഞാനിപ്പോൾ എന്താ ഈ ചെയ്യുന്നത്? ബ്രാക്കറ്റിനുള്ളിലുള്ളതിനെയാണ് ഞാൻ ഈ രീതിയിലാക്കി എഴുതുന്നത്. കാരണം ബ്രാക്കറ്റിനുള്ളിൽ ഒരു തേർഡ് ഐഡൻറ്റിറ്റി ആണ് കിടക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ നമ്മളിതേ ഈ ഫോമിലോട്ട് അതിനെ അങ്ങ് മാറ്റുന്നു. അത്രയേ ഉള്ളൂ പരിപാടി.
അപ്പം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. തീർന്നോ? ഇല്ല. ഇപ്പം നമ്മൾ ചെയ്തത് ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളതിനെയാണ് നമ്മൾ ഈ രീതിയിലോട്ട് മാറ്റിയത്. ഇനി ദേ ഇവിടെ പുറത്തൊരാൾ കിടപ്പുണ്ട്, നമ്മുടെ 2. മറക്കാൻ പാടില്ല കേട്ടോ. സോ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്ത് ആ 2നെ ഇവിടെ എടുത്ത് എഴുതി. ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അതായത് ഈ 2 എന്ന് പറയുന്നത് നമുക്കറിയാം ഈ എ പ്ലസ് ബിക്കും വേണം എ മൈനസ് ബിക്കും വേണം ആണല്ലോ. അപ്പം നമുക്കിതിനെ എങ്ങനെയാക്കി എഴുതാം? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കണ്ടോ? ഇപ്പം നമ്മുടെ ആൻസർ ഇവിടെ ആയല്ലോ. അപ്പോൾ ഇങ്ങനെ ആൻസർ കിട്ടിയെന്ന് മനസ്സിലായോ? അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആയിരുന്നു. ഈ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം ബ്രാക്കറ്റിനുള്ളിൽ എ പ്ലസ് ബിക്കും വേണ്ടുള്ളതാണ് എ മൈനസ് ബിക്കും വേണ്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിനാക്കി എഴുതിയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമല്ലോ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ.